കഴിഞ്ഞ തവണയൊക്കെ കാത്തു നിന്ന് അവസാനം തിരിച്ചു പോകുന്ന അവസ്ഥയുണ്ടായി. ഇത്തവണ അതൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇതുവരെ നടന്നത് വളരെ തൃപ്തികരമാണ്. ഈ വെർച്വൽ സ്പോട്ട് ബുക്കിംഗ് വേണ്ടാന്നാണ് സർക്കാർ ആദ്യത്തെ തീരുമാനമെടുത്തത്. 10,000 ഇന്നലെയാണ് ഏറ്റവും കൂടുതൽ 22,000 പേര്. അതാണല്ലോ ഞങ്ങൾ ആദ്യം പറഞ്ഞത്, സ്പോട്ട് ബുക്കിങ്ങും വേണം എന്ന് ഞങ്ങൾ ആദ്യം ഊന്നി പറഞ്ഞതിൻ്റെ കാര്യം അതാണ്. അതുകൊണ്ടാണ് ഇത്രയും സ്മൂത്തായിട്ട് നടന്നത്. അതില്ലായിരുന്നെങ്കിൽ കഴിഞ്ഞ വഴി ആവർത്തിച്ചേനെ. അപ്പോൾ അതുകൊണ്ട് ഈ പ്രതിപക്ഷം പറയുന്ന നല്ല കാര്യങ്ങൾ ഉൾക്കൊള്ളുക. ഞങ്ങൾക്ക് ഭക്തന്മാരുടെ കാര്യമാണ് ഏറ്റവും പരമപ്രധാനം. ഞങ്ങൾ ഇതിൽ ഒരിക്കലും രാഷ്ട്രീയം കളിക്കില്ല. ശബരിമലയുടെ കാര്യത്തിലാവും. അല്ല, കഴിഞ്ഞ വർഷത്തെ അനുഭവങ്ങളുള്ളതുകൊണ്ട് ഇത്തവണ നല്ലൊരു കോർഡിനേഷൻ വർക്ക് നടന്നു. പോലീസിൻ്റെ ഭാഗത്തുനിന്നും ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തുനിന്നും നല്ല രീതിയിലുള്ള ഒരു കോർഡിനേഷൻ ഉണ്ടായതിൻ്റെ ഫലമായിട്ട് ഭക്തർക്ക് അധികം കാത്തു നിൽക്കേണ്ടി വന്നില്ല. വന്ന എല്ലാവർക്കും ദർശനം നടത്താൻ കഴിഞ്ഞു. അതിൽ സ്പോട്ട് ബുക്കിങ്ങിന് ഒരു പ്രധാന പങ്കുണ്ട്. ഇത് വേണമെന്ന് ആദ്യം പറഞ്ഞ ഒരാൾ ഞാൻ. ഒരു രാഷ്ട്രീയ ചോദ്യം ചോദിച്ചാലേ, ഇന്ന് SNDPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത് കേരളത്തിൽ ഏറ്റവും മുഖ്യമന്ത്രിയാകാൻ അനുയോജ്യൻ രമേശ് ചെന്നിത്തലയാണ്, ഏറ്റവും നല്ല യോഗ്യൻ എന്നാണ് SNDP ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. അല്ല, അതൊക്കെ മല്ലികാർജ്ജുൻ ഖാർഗെജിക്കും രാഹുൽ ഗാന്ധിക്കും ഒക്കെ ഏൽപ്പിക്കുകയല്ലേ നല്ലത്. ഞങ്ങൾ അവരെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. ആദ്യം ഇലക്ഷൻ ജയിക്കുക, അതാണ് പ്രധാനപ്പെട്ടത്. ഇനി 1.25 കൊല്ലം ബാക്കിയുണ്ട്, ഒരുപാട് ജോലി ചെയ്യാനുമുണ്ട്. അതുകൊണ്ട് ആ കാര്യത്തിൽ ഒക്കെ ആ സാഹചര്യം അനുസരിച്ച് തീരുമാനമെടുക്കാം.